ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാട് മാറ്റത്തിൽ രൂക്ഷ വിമർശനവുമായി കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. അബ്ദുൽ അല മൗദൂദിയെ ജമാഅത്തെ ഇസ്ലാമി തള്ളിപ്പറയുന്നത് പുതിയ അടവ് നയമെന്ന വിമർശനം. മൗദൂദിയുടെ ആശയപ്രചരണം നടത്തുന്ന പുസ്തകങ്ങൾ പിൻവലിക്കാൻ ജമാഅത്തെ ഇസ്ലാമി തയ്യാറുണ്ടോ? അന്യമതസ്ഥർക്ക് വോട്ട് ചെയ്യുന്ന ഇന്ത്യൻ മുസ്ലിങ്ങൾ അമുസ്ലിങ്ങളാണെന്ന് ജമാഅത്ത് ഇസ്ലാമി ഒരു കാലത്ത് പ്രചരിപ്പിച്ചിരുന്നു. തെറ്റുതിരുത്തിയെന്ന് പ്രഖ്യാപിച്ചാൽ കൂട്ടത്തിൽ കൂട്ടുമെന്നും കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. ജമാഅത്ത് ഇസ്ലാമി പുതിയ അടവ് എടുത്തിട്ട് ഞങ്ങൾ അബ്ദുൽ അല മൗദൂദിയുടെ അനുയായികളല്ല എന്ന് പറയാൻ അവർ നിർബന്ധിതരായി. ഒരു കാലത്ത് ജമാഅത്ത് ഇസ്ലാമി വന്നത് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളൊക്കെ അന്യമതക്കാർക്ക് വോട്ട് ചെയ്യുന്നവരാണ്, താകൂത്തി ഭരണമെന്നാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളും പാകിസ്ഥാനിലെ മുസ്ലിമീങ്ങളും തമ്മിൽ വിവാഹബന്ധം നടത്താൻ പാടില്ല എന്ന് ഒരു കാലത്ത് പറഞ്ഞു. ആ കാലത്താണ് ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് ജമാഅത്ത് ഇസ്ലാമിയെ ഒരിക്കൽ നിരോധിച്ചിരുന്നത്. അങ്ങനെ എല്ലാ പിഴച്ച വാദങ്ങളും ഒന്ന് പിൻവലിച്ചിട്ട് നിങ്ങൾ മൗദൂദിയെ ഒഴിവാക്കിയാൽ ഞങ്ങൾക്ക് വിരോധമില്ല, അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടി. കൂടുതൽ വിവരങ്ങളുമായി അനിൽക്ക ആണ് ചേരുന്നത്. അനിൽക്ക, എന്തായാലും കൃത്യമായ നിലപാടാണ് ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കാന്തപുരം വിഭാഗം ഉയർത്തുന്നത്. ഇതിൽ ഏതു രീതിയിലാകും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രതികരണം ഉണ്ടാകുക? തെറ്റുതിരുത്താൻ തയ്യാറാണോ എന്നാണ് ചോദിക്കുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് മാറ്റം ഉണ്ടാകുമോ? വിവരങ്ങൾ നൽകാം. സ്വാതി ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ മതരാഷ്ട്രവാദവും മൗദൂദിയൻ ആശയങ്ങളും തള്ളിപ്പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ നടത്തിയിരിക്കുന്നത്. ഇന്നലെ നടന്നിട്ടുള്ള SOSന്റെ തൃശ്ശൂരിൽ നടന്നിട്ടുള്ള സമാപന സമ്മേളനത്തിലാണ് ഇത്തരത്തിലൊരു വിമർശനം നടത്തിയിട്ടുള്ളത്. അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകൻ അബ്ദുൽ അല മൗദൂദിയെ ജമാഅത്ത് ഇസ്ലാമി തള്ളിപ്പറയുന്നത് അവരുടെ പുതിയ അടവ് നയമാണെന്നാണ് കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. മൗദൂദിയെ തള്ളിയത് കൊണ്ട് മാത്രം കാര്യമില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ പേരിൽ അബ്ദുൽ അല മൗദൂദി ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയം പ്രചരിപ്പിക്കുന്നതിന് നിരവധിയായിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത്തരം പുസ്തകങ്ങളൊക്കെ അതായത് ബുക്ക് സ്റ്റാളുകളിൽ നിന്നും അല്ലെങ്കിൽ വിപണിയിൽ നിന്നൊക്കെ പിൻവലിക്കാൻ ജമാഅത്ത് ഇസ്ലാമി തയ്യാറുണ്ടോ എന്നൊരു ചോദ്യവും ഈ ഘട്ടത്തിൽ കാന്തപുരം മുസ്ലിയാർ ജമാഅത്ത് ഇസ്ലാമിയോട് ചോദിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഈ 6 നിർബന്ധ വിശ്വാസങ്ങളാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജമാഅത്ത് ഇസ്ലാമി ആദ്യഘട്ടത്തിൽ പ്രചരിപ്പിച്ചിരുന്നത് പഴയ ഇസ്ലാം പുതിയ ഇസ്ലാം എന്ന രീതിയിൽ ജമാഅത്ത് ഇസ്ലാം ഒരു പുസ്തകം ഇറക്കിയിരുന്നു. ഇതിൽ രണ്ടിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് പരമ്പരാഗത മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രചാരണമാണ് അതിൽ ഈമാൻ കാര്യം 5 എന്നും 6 എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 5 എന്ന് എഴുതിയ പുസ്തകം പിൻവലിക്കാൻ തയ്യാറുണ്ടോ എന്നും കാന്തപുരം ഉസ്താദ് ജമാഅത്ത് ഇസ്ലാമിയോട് ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ പ്രചാരണം നേടി വരുന്ന സമയത്തൊക്കെ തന്നെ ഈ ഇന്ത്യൻ മുസ്ലിങ്ങൾ അന്യമതസ്ഥർക്ക് വോട്ട് ചെയ്യുന്നവർ അമുസ്ലിങ്ങളാണെന്നൊരു പ്രചാരണം ജമാഅത്ത് ഇസ്ലാമി അക്കാലഘട്ടത്തിൽ വ്യാപകമായിട്ട് നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ പ്രവാചകൻ മുഹമ്മദിന്റെ ഈ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ ജമാഅത്ത് ഇസ്ലാമി വലിയ രീതിയിലൊരു പ്രചാരണം നടത്തിയിരുന്നു. അതായത് സാധാ മനുഷ്യരുടെ മൃതദേഹം പോലെ തന്നെ മൃതദേഹം ജീർണിക്കും എന്നൊരു പ്രസ്താവന അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യവും ജമാഅത്ത് ഇസ്ലാമി പ്രചരിപ്പിച്ചിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ തെറ്റ് തിരുത്തിയാൽ തങ്ങളുടെ കൂടെ കൂട്ടാമെന്നൊരു ഒരു നിലപാട് കാന്തപുരം ഉസ്താദ് ഇന്നലത്തെ SOSന്റെ യുവജന സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നലെ അതേ സമാന വേദിയിൽ തന്നെ ഈ കാന്തപുരം വിഭാഗം നേതാവായിട്ടുള്ള കാന്തപുരം വിഭാഗ നേതാവായിട്ടുള്ള
മാളിക്കൽ സുലൈമാൻ സഖാഫിയും സമാനമായിട്ടുള്ള ഒരു വിമർശനം ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ നടത്തിയിരുന്നു. ജമാഅത്ത് ഇസ്ലാമിക്ക് ജമ്മു കാശ്മീരിലെ 9 തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിന്റെ തെളിവ് അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് ഇറക്കിയ പ്രത്യേക പദ്ധതിയിൽ ഇത്തരത്തിലൊരു തെളിവും നൽകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ മുസ്ലിം സമുദായത്തിനകത്ത് ജമാഅത്തെ ഇസ്ലാമി കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ട്. അത്തരം ശ്രമങ്ങളെ തങ്ങൾ തടയുമെന്നും ഇന്നലെ നടന്ന അതേ സമാന വേദിയിൽ സുലൈമാൻ സഖാഫി പ്രചരണം നടത്തിയിരുന്നു. അതായത് CPM അടക്കമുള്ള സംഘടനകൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ മുസ്ലിം സമുദായത്തിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന എന്ന് പറയുന്ന കാന്തപുരം AP വിഭാഗം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ശക്തമായിട്ടുള്ള വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സ്വാതി. അതെ, അതുതന്നെയാണ് അനിൽക്ക. നമുക്കൊപ്പം ലിജോ കൂടി ഈ ഒരു വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ലിജോ, എന്തായാലും കാന്തപുരം മുസ്ലിയാരുടെ ഇപ്പോഴത്തെ ഈ വാക്കുകൾ വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കും എന്നുള്ളത് ഉറപ്പാണ്. ഏത് വിഭാഗത്തിലായിരിക്കും ഇനിയുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ആ ഒരു വിവാദം എന്നുള്ള രീതിയിൽ ഇത് മുന്നോട്ട് പോവുക? ഏറ്റവും പ്രധാനമായി ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. രാഷ്ട്രീയ സംബന്ധമായ ചർച്ചകളാണ് ഏറ്റവും പ്രധാനമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന്, ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ UDF-ഉമായി കൂടുതൽ അടുക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവിടേക്കുള്ളൊരു രാഷ്ട്രീയ നീക്കുപോക്കിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഇത്തരത്തിലുള്ള പ്രതിഷേധം അല്ലെങ്കിൽ വിമർശനവും കൂടുതലായി ഉണ്ടായി വരുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി, പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM വളരെ ശക്തമായി മുസ്ലിം ലീഗിനെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് എതിരെ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്ന് ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് കൊണ്ടുള്ള പ്രവർത്തനങ്ങളെയാണ്. അതിൽ മതമൗലികവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് CPM ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുന്നത്. ഈ വിമർശനത്തെ വളരെ ശക്തമായി UDF-നുള്ളിൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ കോൺഗ്രസും വളരെ ശക്തമായി എതിർക്കുന്നുണ്ട്. അതിലൊരു കാരണം പറയുന്നത്, ഇന്നലെ ഡോക്ടർ MK മുനീർ അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പറയുന്നത്, ഇതൊരു രാഷ്ട്രീയമായി ഈ മുസ്ലിം ലീഗിനെ അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുമ്പോൾ തന്നെ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കേരളത്തിനുള്ളിൽ ഒരു ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു മുസ്ലിങ്ങൾ മുഴുവനായി ആ സമുദായത്തെ മൊത്തത്തിൽ എതിർക്കുന്ന തരത്തിലുള്ള ഒരു ചർച്ചകൾക്ക് തുടക്കമിടുന്ന ആൾക്കാരാണ് CPM എന്നുള്ള തരത്തിലുള്ള ഒരു ആക്ഷേപമാണ് തിരിച്ചുന്നയിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയുമായി CPM സഹകരിച്ചിരുന്നു എന്നുള്ള ആരോപണമുണ്ട്. പക്ഷേ ആ ആരോപണങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇസ്ലാമോഫോബിയ എന്നുള്ള മുസ്ലിം ലീഗിന്റെ ആരോപണത്തെ തന്നെ അല്ലെങ്കിൽ ആ മുനയെ പൂർണ്ണമായി ഒടിക്കുന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ AP വിഭാഗം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ആ ഒരു മുസ്ലിം സംഘടനകൾക്കുള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പുറത്തു വരുന്നത്. അതിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ ബന്ധം സംബന്ധിച്ച് ഈ SYS-ന്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ നടന്ന 2 പ്രസംഗങ്ങളാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഈ 2 ചർച്ചകളിൽ ഒന്ന്, ജമാഅത്തെ ഇസ്ലാമിക്ക് നേരത്തെ ഉണ്ടായിരുന്ന തീവ്രവാദ അല്ലെങ്കിൽ അവർക്ക് ജമ്മു കാശ്മീരിലെ 9 തീവ്രവാദ സംഘടനകളുമായി രാഷ്ട്രീയ നേതൃത്വം നൽകുന്നുണ്ട് എന്നുള്ള ഒരു ആരോപണം വളരെ ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട്. അതിന് വരും ദിവസങ്ങളിൽ കൃത്യമായ ഒരു മറുപടി ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ അവരുടെ സ്ഥാപക നേതാവ് കൂടിയായിട്ടുള്ള അബ്ദുൽ മൗദൂദിയെ തള്ളി പറഞ്ഞുകൊണ്ടുള്ള ഇപ്പോഴത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ അതെ, അത് തന്നെയാണ് ലിജോ ഇപ്പോൾ ഏറ്റവും അതിശയകരമായി തോന്നുന്നത്. കാരണം ഇതൊരു കാന്തപുരം മുസ്ലിയാർ ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊന്നും പൊതുവെ ഉന്നയിക്കാത്തതാണ്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ നിലപാട് പോലെയുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ CPM-ന് ഒപ്പം ചേർന്ന് അല്ലെങ്കിൽ CPM-നെ പോലെയുള്ള ഒരു വിമർശനം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്തരത്തിലൊരു വിമർശനം ഉണ്ടാകുന്നത് ഏത് തരത്തിലായിരിക്കും രാഷ്ട്രീയപരമായി അത് ചർച്ചയാവുക? ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അല്ലെങ്കിൽ AP വിഭാഗം സുന്നി വിഭാഗം നേതാക്കൾ ഇത് വളരെ ശക്തമായി ഉന്നയിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് രാഷ്ട്രീയമായി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ കൃത്യമായി ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ് അടക്കമുള്ള മുസ്ലിം സംഘടനകൾ എല്ലാവരും ചേർന്ന് UDF-ന്റെ ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം ലീഗിനൊപ്പം നിൽക്കുന്ന തരത്തിൽ കുറെ കൂടി ശക്തരായ തരത്തിലേക്ക് അവർ മാറുന്നു എന്നതിനെ ആശ്രയിച്ചു കൂടിയാണ് അത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുന്നത്. അതിനെ CPM ഉന്നയിക്കുന്ന അതേ നാണയത്തിൽ തന്നെയാണ് ഇപ്പോൾ AP വിഭാഗവും ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, AP വിഭാഗം
വിഭാഗത്തിൽ തന്നെ ഒരു സലഫിസത്തിന് അല്ലെങ്കിൽ മുസ്ലിം ലീഗ്, EK-AP വിഭാഗം എന്നിങ്ങനെ രണ്ട് സുന്നി വിഭാഗങ്ങളായി നിൽക്കുന്ന ആളുകളാണ്. അവരുടെ ഇടയിലേക്ക് മറ്റൊരു മതവാദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സലഫിസവുമായി ബന്ധപ്പെട്ട് ജമാഅത്ത് ഇസ്ലാമി കടന്നു കയറുന്നു എന്നുള്ളതാണ് പ്രധാനമായി ഇവർ ആക്ഷേപിക്കുന്നത്. അതിൽ പാരമ്പര്യവാദികളാണ്, കുറെ കൂടി പാരമ്പര്യത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു സംഘടനയാണ് AP വിഭാഗം. അവർ ആ കാന്തപുരം വിഭാഗത്തിൽ അത്തരത്തിലൊരു നുഴഞ്ഞുകയറ്റം ഉണ്ടാകില്ല. നേരത്തെ നമ്മൾ MEC7 പോലുള്ള സംഘടനകൾ ആ സംഘടനയ്ക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള ചർച്ചകൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇത് തൊട്ടു മുമ്പ്, അതായത് 1-2 ആഴ്ചകൾക്ക് മുമ്പുണ്ടായ ചർച്ചകളാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ കടന്നാക്രമിക്കുന്നത്. അതിന് കാരണം ഇത്തരത്തിലുള്ള സലഫിസവുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സംഘടനയ്ക്കുള്ളിൽ വലിയ തരത്തിലുള്ള സംഘർഷം ഉണ്ടാവുക അല്ലെങ്കിൽ അവിടെ നിന്ന് കൊഴിഞ്ഞുപോക്ക് ഉണ്ടാവുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു ഭയം ഇപ്പോൾ AP വിഭാഗത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിയെ അകറ്റി നിർത്തേണ്ട ഒരു സംഘടനയാണ് എന്നുള്ള ശക്തമായ നിലപാട് അവർ സ്വീകരിക്കുകയും ചെയ്യുന്നത്. കുറെ കൂടി രാഷ്ട്രീയമായി അല്ലെങ്കിൽ കുറെ കൂടി ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിവുള്ള ഒരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി. അവർ കഴിഞ്ഞ കുറെ കാലങ്ങളായി വളരെ കൃത്യമായ അവരുടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടന കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ സംഘടന മുസ്ലിം ലീഗിലേക്കും അതുവഴി അതിനുശേഷം പിന്നീട് അതിപ്പോൾ EK വിഭാഗം സുന്നികളുടെ സമസ്ത ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് അവർ കടന്നു കയറുകയാണെങ്കിൽ പിന്നീട് അത് AP വിഭാഗത്തിലേക്കും കടന്നു കയറുമോ എന്നുള്ളൊരു ഭയമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇതിനെ വളരെ ശക്തമായി ഇവർ ഇക്കാര്യം ഉന്നയിക്കുന്നത്. ഒരുപക്ഷെ ഇത് ഒരു വിഭാഗം, ഒരു മതവിഭാഗത്തിനോട് മുസ്ലിം സമുദായത്തിനിടയിൽ തന്നെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളും അല്ലെങ്കിൽ പിന്നീടും വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും കാരണമാകുന്ന തരത്തിലേക്കാണ് ഈ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനകൾ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടുതൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോഴും ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന് വളരെ ഗുണപരമായിട്ടുള്ള ഒരു ചർച്ചയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ രാഷ്ട്രീയമായി ഗുണപരമായിട്ട് ചർച്ചകൾ നടന്നു വരുന്നു എന്നുള്ളതും CPM-നെ സംബന്ധിച്ച് വലിയൊരു അവർക്ക് ആശ്വാസമുള്ള ഒരു കാര്യമാണ്. കാരണം മതത്തെ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുമ്പോൾ, മുസ്ലിം ലീഗിനെ വിമർശിക്കുമ്പോൾ അത് മതത്തെ, ഇസ്ലാം മതത്തെ വിമർശിക്കുന്നതിന് തുല്യമാണെന്നുള്ള ഒരു നെറേറ്റീവാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി മുമ്പോട്ട് വെക്കാൻ ശ്രമിച്ചിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുസ്ലിം മതവിഭാഗത്തിലെ പ്രധാനപ്പെട്ട സംഘടനയായിട്ടുള്ള AP വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ഒരുപക്ഷെ അവരുടെ ആത്മീയ ആചാര്യൻ എന്ന് കേരളത്തിൽ വിളിക്കുന്ന അത്രയും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള അബൂബക്കർ മുസ്ലിയാർ തന്നെ ഈ വിഷയത്തിൽ ഒരു നിലപാട് പറഞ്ഞിരിക്കുന്നത്. അത് മൗദൂദിയെ തള്ളിപ്പറയുന്നതിൽ അതൊരു അടവ് നയത്തിന്റെ ഭാഗമാണ്. അത് ഓരോ കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി പലതരത്തിലുള്ള അടവ് നയം സ്വീകരിക്കാറുണ്ട്. അതിന്റെ ഭാഗമായാണ് സ്വന്തം ഈ സ്ഥാപക നേതാവിനെ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട്. അതെ ലിജോ, അതുതന്നെയാണ് കാന്തപുരം മുസ്ലിയാരുടെ വാക്കുകൾ വലിയ തരത്തിൽ രാഷ്ട്രീയപരമായുള്ള ചർച്ചയാകുമെന്നുള്ളത് ഉറപ്പാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാട് മാറ്റത്തിലാണ് അതിരൂക്ഷ വിമർശനവുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ രംഗത്തെത്തിയിരിക്കുന്നത്. അബ്ദുൽ അലാം മൗദൂദിയെ ജമാഅത്തെ ഇസ്ലാമി തള്ളിപ്പറയുന്നത് പുതിയ അടവ് നയമെന്നാണ് വിമർശനം. വലിയ തരത്തിലുള്ള വിമർശനാത്മകമായ നിലപാടുകൾ, വാക്കുകളൊക്കെ തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ഒന്നുകൂടി കേൾക്കാം. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി പുതിയ അടവ് എടുത്തിട്ട് ഞങ്ങൾ അബുൽ മൗദൂദിയുടെ അനുയായികളല്ല എന്ന് പറയാൻ അവർ നിർബന്ധിതരായി. ഒരു കാലത്ത് ജമാഅത്ത് ഇസ്ലാമി വന്നത് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളൊക്കെ അന്യമതക്കാർക്ക് വോട്ട് ചെയ്യുന്നവരാണ്, താകൂത്തി ഭരണമെന്നാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളും പാകിസ്ഥാനിലെ മുസ്ലിമീങ്ങളും തമ്മിൽ വിവാഹബന്ധം നടത്താൻ പാടില്ല എന്ന് ഒരു കാലത്ത് പറഞ്ഞു. ആ കാലത്താണ് ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് ജമാഅത്ത് ഇസ്ലാമിയെ ഒരിക്കൽ നിരോധിച്ചിരുന്നത്. അങ്ങനെ എല്ലാ പിഴച്ച വാദങ്ങളും ഒന്ന് പിൻവലിച്ചിട്ട് നിങ്ങൾ മൗദൂദിയെ ഒഴിവാക്കിയാൽ ഞങ്ങൾക്ക് വിരോധമില്ല, അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടി